ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ടിക്കറ്റുകളുടെ ലാഭം മഞ്ഞപ്പട എന്ത് ചെയ്യുന്നു? ആ പൈസയൊക്കെ എവിടേക്കാണ് പോകുന്നത്? ഇവരത് എന്താണ് ചെയ്യുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? നമ്മുടെ സാക്ഷാൽ CK വിനീത് കഴിഞ്ഞ ഒരു വീഡിയോ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഉന്നയിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് മഞ്ഞപ്പടയോടാണ്. ആദ്യമേ തന്നെ പറയാം, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാനൊരു മഞ്ഞപ്പട അനുഭാവിയോ അല്ലെ മഞ്ഞപ്പട മെമ്പറോ ഒന്നല്ല, അല്ലെങ്കിൽ മറ്റ് ഫാൻസ് വിങ്ങുകളിലൊന്നും മെമ്പർഷിപ്പ് ഉള്ള ഒരാളല്ല. സ്ഥിരമായി ഈസ്റ്റ് ഗാലറിയിൽ പോയി കളി കാണുന്ന ഒരു ആരാധകൻ എന്ന നിലയിൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നു. ഒരു ഫാൻസ് വിങ് വിട്, നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയിലേക്ക് പോയാൽ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ചെലവുകളുണ്ട്. അറ്റ്ലീസ്റ്റ് ചെറിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്, ഒരു ചെറിയ മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ പോലും ആ മീറ്റിംഗിൽ വരുന്നവർക്ക് ചെറിയൊരു ചായയും വെള്ളമെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ അതിനൊക്കെ ബഡ്ജറ്റ് വേണം. അപ്പൊ മഞ്ഞപ്പടയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. മഞ്ഞപ്പട എന്ന് പറയുന്ന ഫാൻസ് വിങ്ങിന് ഏതെല്ലാം രീതിയിലുള്ള ചെലവുകളാണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇഫോയെ പറ്റിയിട്ട് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എഫേർട്ടിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചെലവിനെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെറുതെ പ്രിന്റിംഗ് മെഷീനിൽ നിന്ന് പ്രിന്റ് അടിച്ച് ഇറങ്ങി വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന സാധനം നല്ലത്. അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുണ്ട്. ഈ എന്തോരം എഫേർട്ട് അതിന് വേണ്ടി എടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ പൈസ ചെലവും ഉണ്ട് അതിന്. അപ്പോ ഇതിനുള്ള ഫണ്ട് മഞ്ഞപ്പട എവിടുന്നാണ് കണ്ടെത്തുന്നത്? ഇതേപോലെയുള്ള ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ്, ഡിസ്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഇതിനുള്ള ചെലവ് മഞ്ഞപ്പട കണ്ടെത്തുന്നത്. അതേപോലെ CK വന്നിട്ട് അവിടെ ചാനൽ ലീഡേഴ്സ് ഒക്കെ നിൽക്കുന്ന സ്റ്റാൻഡിൽ കയറി നിന്നിട്ട് ഫ്ലാഗ് വീശുന്നുണ്ടായിരുന്നു. ആ ഫ്ലാഗ് എവിടുന്നാണ്? CK കൊണ്ടുവന്ന ഫ്ലാഗ് ആണോ? അല്ല, അത് അവിടെ ഉണ്ടായിരുന്ന ഫ്ലാഗാണ്. അത് മഞ്ഞപ്പടയുടെ ഫ്ലാഗാണ്, അവര് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഫ്ലാഗാണ്. അപ്പൊ ഈ ഫ്ലാഗുകളൊക്കെ അവിടെ എങ്ങനെ വന്നു? ഫ്രീ ആയിട്ട് ആരെങ്കിലും കൊണ്ടു തന്നോ? ഇതൊക്കെ ക്യാഷ് ചെലവുള്ള കാര്യമാണ്. പോട്ടെ, ഇനി ആ ഫ്ലാഗിനകത്തുള്ള പൈപ്പ് ഉണ്ടല്ലോ, ആ കൊടിയുടെ വടി, ആ പൈപ്പിനും കാശ് കൊടുക്കണം. ഇതിനൊക്കെ ക്യാഷ് വേണം. അപ്പൊ ഇതിനൊക്കെ ക്യാഷ് കിട്ടുന്നത് അവിടെ നിന്നാണ്. ഈ ടിക്കറ്റിന്റെ ഈ ചെറിയ ഡിസ്കൗണ്ട് എമൗണ്ട് നിന്നാണ് അതിനൊക്കെയുള്ള പൈസ ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ മാസം നമ്മുടെ നാഷണൽ ടീമിന്റെ കളി ഉണ്ടായിരുന്നു. ഈസ്റ്റ് ഗാലറി ഓർഗനൈസ് ചെയ്തത് മഞ്ഞപ്പട തന്നെയായിരുന്നു. മഞ്ഞപ്പട കുറെ നേരത്തേക്ക് നീലപ്പടയായത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന മഞ്ഞ ബാനേഴ്സ് മുഴുവൻ മാറി എല്ലാം പുതിയ നീല ബാനേഴ്സും നീല ഫ്ലാഗുകളും ഒക്കെ ആയിട്ട് ഒരു നീല കടൽ തന്നെ മഞ്ഞപ്പട ഈസ്റ്റ് ഗാലറി തീർത്തു എന്നുള്ളതാണ്. ഇതിനുള്ള ബഡ്ജറ്റ് എവിടുന്നാണ്? ആരാണ് തന്നത്? മഞ്ഞപ്പടയ്ക്കും. അപ്പൊ ബഡ്ജറ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ടിക്കറ്റ് സെല്ലിങ് പരിപാടി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ടിക്കറ്റ് സെല്ലിംഗ് അപ്പൊ എല്ലാവരും ചോദിക്കും, ടിക്കറ്റ് സെല്ലിംഗ് ഇത്രയും പൈസ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. എന്ത് പൈസ, ഇത്രയും പൈസ എന്നൊക്കെ പറയാം. നമുക്കറിയാം, ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് 200 രൂപയ്ക്കാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. 200 രൂപയ്ക്കാണ് നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടുന്നത്. ഈസ്റ്റ് ഗാലറിയിലെ ടിക്കറ്റ് കിട്ടുന്നത് 200 രൂപയ്ക്കാണ്. ഈ ടിക്കറ്റ് മഞ്ഞപ്പട നമുക്ക് തരുന്നത് 189 രൂപയ്ക്കാണ്. മഞ്ഞപ്പടയ്ക്ക് വേണമെങ്കിൽ അത് 200 രൂപയ്ക്ക് തന്നെ വയ്ക്കാം. പക്ഷെ മഞ്ഞപ്പടയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 189 രൂപയ്ക്കാണ്. അപ്പോ ഞാനിങ്ങനെ എനിക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ വഴി എനിക്ക് അറിയാൻ പറ്റിയതും പിന്നെ എനിക്ക് അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പറയുമ്പോൾ, ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മഞ്ഞപ്പടയ്ക്ക് ടിക്കറ്റ് ലഭിക്കുന്നത്, 200 രൂപയുടെ ടിക്കറ്റ് ലഭിക്കുന്നത് ചിലപ്പോൾ ഒരു 170 രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 175 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് ജസ്റ്റ് ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 15 രൂപ കൂട്ടിയിട്ടാണ് മഞ്ഞപ്പട ഈ ടിക്കറ്റ് സെല് ചെയ്യുന്നത്. ഓൺലൈനിലുള്ള ടിക്കറ്റിന്റെ പ്രൈസ് മഞ്ഞപ്പട ഇടുന്നില്ല. അത് ഒരു ഫാൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല കാര്യമല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു എമൗണ്ട്, ഒരു ടിക്കറ്റിൽ നിന്ന് 20 രൂപ അല്ലെങ്കിൽ 15 രൂപയൊക്കെ മാത്രമാണ് ലാഭം കിട്ടുന്നത്. അപ്പൊ ആ പൈസയൊക്കെ വെച്ചിട്ടാണ് മഞ്ഞപ്പട എന്ന് പറയുന്ന ഫാൻസ് വിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെയും ഒക്കെ കാര്യം ഇത് തന്നെയാണ്. അവരും അങ്ങനെ തന്നെയാണ് അവരുടെ ആ ഒരു ഫാൻസ് വിങ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ബസ് അറേഞ്ച് ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പൊ അതിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു പേഴ്സണലിൽ നിന്ന് 20 രൂപയൊക്കെ വെച്ച് നമുക്ക് കിട്ടാറുണ്ട്. മഞ്ഞപ്പടയ്ക്കായാലും ആർമിക്കായാലും ഒക്കെ കിട്ടാറുണ്ട്. അതൊക്കെ വെച്ചിട്ട് ആ ഫാൻസ് വിങ്ങിന്റെ തന്നെ ബസ് അറേഞ്ച് ചെയ്യുന്ന, ഇപ്പം കാസർഗോഡ് ആണെങ്കിൽ ആ ഫാൻസ് വിങ്ങിന്റെ തന്നെ മീറ്റിംഗ് ആവശ്യത്തിനും ഒക്കെ ആയിട്ട് ആ എമൗണ്ട് ചെലവാകുന്നു. അപ്പം ഫാൻസ് വിങ്ങുകളൊക്കെ ഇവിടെ നിന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ഫാൻസ് വിങ്ങുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ അറിയാത്തതൊന്നുമല്ല, അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ, നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു പ്ലെയർ വന്നിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തന്നെ ഭയങ്കര കോമഡി ആണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടുന്ന് ചെകഞ്ഞ് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വന്ന് മഞ്ഞപ്പടയെ വിമർശിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി, പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാവുന്ന മാനേജ്മെന്റിന്റെ മിസ്റ്റേക്കുകൾ എന്തുകൊണ്ട് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവരാരും തന്നെ മാനേജ്മെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത, വീട്ടിലിരുന്ന് പോലും കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഫാനിനോട് ഇവർ കാണിക്കുന്ന കൊള്ളരുതായ്മ, ഇവര് നമ്മളെ വഞ്ചിച്ചു, ചതിച്ചു, നമ്മളെ ബ്ലെയിം ചെയ്തു, നമ്മുടെ ലോയലിറ്റിയെ ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ പറ്റിയിട്ടൊന്നും ആരും ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല. എന്തായാലും ആരുമില്ല അതൊന്നും ചോദിക്കാൻ. ഇവിടുത്തെ മീഡിയാസ് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.